ഞാൻ അവിടെ ഒരു ലോൺ എടുത്തിട്ടില്ല, ഒരു ലോണിന് ശുപാർശ ചെയ്തിട്ടില്ല, ഒരു ചിട്ടിയിൽ ചേർന്നിട്ടില്ല, ഞാൻ അവിടുത്തെ ഒരു പരിപാടിയിലും പങ്കെടുത്തിട്ടില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരാൾ ഞാൻ എങ്ങനെ അതിൽ ലൈബിൾ ആവുക? നമ്മൾ പുറത്തുവിടുന്ന 2 വായ്പകളുണ്ട്. ഒന്ന്, അദ്ദേഹം ഈ വൗച്ചർ മാത്രം എഴുതി തുക കൈപ്പറ്റിയ ഒരു രേഖ, അത് നമ്മൾ വ്യക്തമായി ഇപ്പോൾ സ്ക്രീനിൽ പ്രേക്ഷകർക്ക് കാണുന്നതിന് വേണ്ടി കാണിക്കുന്നു. മറ്റൊന്ന്, അദ്ദേഹം ലോൺ അപേക്ഷ നൽകി തന്നെ പണം എടുത്തത് കൈപ്പറ്റുകയും ആ പണം ഇതുവരെ ബാധ്യത തീർക്കാതെ 2014 എടുത്ത വായ്പയാണ് ഇപ്പോൾ 2025 അപ്പോൾ 11 വർഷമായി. ആ 11 വർഷമായി ആ കുടിശ്ശിക അടക്കം അദ്ദേഹം അടച്ചു തീർക്കാൻ ആ ബാങ്കിലുണ്ട്. ബാങ്കിൽ 4.16 കോടിയുടെ ബാധ്യതയുണ്ട്. ബാങ്കിലെ ക്രമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ ഓഡിറ്റ് നടത്തി ഓഡിറ്റ് റിപ്പോർട്ടിന്റെ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ ബാങ്കിൽ നിന്ന് ഉത്തരവാദിത്തപ്പെട്ടവരിൽ നിന്ന് ഈ പണം വിവിധ ഈ ക്രമവിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി അക്കമിട്ട് നിരത്തി ആ നിരത്തിയ ഓഡിറ്റ് ഈ സർചാർജിന്റെ റിപ്പോർട്ട്, സഹകരണ രജിസ്ട്രാറുടെ സർചാർജിന്റെ റിപ്പോർട്ടാണ്, ഉത്തരവാണ് കൈരളി ന്യൂസ് അടുത്തൊരു രേഖയായി പുറത്തുവിടുന്നത്. അതിൽ വ്യക്തമായി ഈ ബാധ്യതയെക്കുറിച്ച് പറയുന്നത്, അദ്ദേഹം ബാങ്കിന്റെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു, ബാങ്ക് ബോർഡ് സമിതിയുടെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു. ബാങ്കിന്റെ പ്രസിഡന്റ് RSSന്റെ ഏറ്റവും പ്രമുഖനായിട്ടുള്ളൊരു നേതാവാണ്. അത്തരത്തിൽ BJPക്ക് നേരിട്ട് ബന്ധമുള്ളൊരു ബാങ്കാണ്. ആ ബാങ്കിലെ സാമ്പത്തിക തിരിമറിയിൽ സുരേഷിന് വ്യക്തമായ പങ്കുണ്ട് എന്ന് തന്നെയാണ് കൈരളി ന്യൂസ് അന്ന് വാർത്തയായി പുറത്തുവിട്ടത്. പക്ഷേ ഒന്നുകിൽ അദ്ദേഹത്തിന് വ്യക്തിപരമായ ബാധ്യതയല്ല എന്ന ഭാഗം കോടതിയിൽ പറഞ്ഞു എന്ന വിശദീകരണം നൽകാം. പക്ഷെ അപ്പോഴും അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിൽ നേരിട്ട് പ്രതികരിക്കാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. അതിനുശേഷം ഇവിടെ തന്നെ BJPയുടെ സംസ്ഥാന കാര്യാലയത്തിൽ വെച്ചൊരു വാർത്താ സമ്മേളനം നടത്തി. അതിനുശേഷമാണ് സുരേഷിനെ നേരിട്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ വരുന്നത്. ആ വാർത്താ സമ്മേളനത്തിൽ ഇതേ ചോദ്യം കൈരളി ന്യൂസ് എന്നെ ചോദിച്ചു. പെരിങ്ങമല ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട ക്രമക്കേടിൽ അങ്ങ് പ്രതികരിക്കുന്നില്ല എന്ന ചോദ്യം ചോദിച്ചപ്പോൾ അദ്ദേഹം വാർത്താ സമ്മേളനം അവസാനിപ്പിച്ച് ഇറങ്ങിപ്പോയി. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ആദ്യഘട്ടത്തിൽ കൈരളി ന്യൂസ് വാർത്ത നൽകിയപ്പോൾ പ്രതികരിച്ചിരുന്നില്ല. അതിന് പകരം അദ്ദേഹം അന്നോ പിറ്റന്നോ അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ പേജിൽ അദ്ദേഹം ഇങ്ങനൊരു വീഡിയോ ചെയ്തിടുകയായിരുന്നു. ഒപ്പം തന്നെ അദ്ദേഹം ഉടൻ തന്നെ കൈരളി വ്യാജ വാർത്ത ചെയ്തു, വസ്തുതാവിരുദ്ധമായ വാർത്ത ചെയ്തു എന്ന വിശദീകരണം കൊണ്ടൊരു കുറിപ്പും എഴുതി. അതിനുശേഷം ആണ് വാർത്താ സമ്മേളനം മാരാർജി ഭവനിൽ നടന്നത്, തിരുവനന്തപുരത്ത് BJPയുടെ സംസ്ഥാന കാര്യാലയത്തിൽ നടന്നത്. ആ വാർത്താ സമ്മേളനത്തിൽ ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ നമ്മൾ നൽകുകയും ചെയ്തു. അത് സംബന്ധിച്ച് വിശദാംശങ്ങൾ വന്ന ശേഷവും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ നമ്മൾ ഈ ചോദ്യങ്ങൾ ചോദിച്ചു. ആ ചോദ്യങ്ങളിലാണ് അദ്ദേഹം വ്യക്തമായി ഉത്തരം പറയാതെ ഒഴിഞ്ഞു മാറുന്നത്.